ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് കാണിച്ചു തരുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഒരു വർക്കൗട്ട് വീഡിയോ ആണ്. ഓക്കെ, സ്ത്രീകൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ലെഗ് വർക്കൗട്ട്. അപ്പം നിങ്ങളുടെ ലെഗിനെയൊക്കെ, നിങ്ങളുടെ കാലുകളെ ശക്തിപ്പെടുത്താനും അതിനൊക്കെ തന്നെ നിങ്ങളുടെ ഈ കാലുകൾക്കുണ്ടാകുന്ന അനാവശ്യമായിട്ടുള്ള കൊഴുപ്പ്, നമ്മുടെ ഈ തുട ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന കൊഴുപ്പിനെയൊക്കെ ബേൺ ചെയ്യിപ്പിച്ചുകൊണ്ട് സ്ലിം ആക്കാനും ഒക്കെ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ്. അപ്പം നമ്മളിന്ന് ഈ വർക്കൗട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരു നമ്മുടെ 1 ലിറ്ററിൻ്റെ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയിൽ നിങ്ങൾക്ക് വെള്ളം നിറച്ചുകൊണ്ട് ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഫോളോ ചെയ്യാം. അല്ലാതെ നിങ്ങൾ പ്രത്യേകിച്ച് ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ഡംബൽസ് ഉള്ളവർക്ക് ഡംബൽ വെച്ച് ഈ വർക്കൗട്ട് ചെയ്യാം. അത്ര വലിയ ഹാർഡായിട്ടുള്ള വർക്കൗട്ടൊന്നുമല്ല, നിങ്ങൾക്കിത് ഫോളോ ചെയ്യാൻ പറ്റിയ വർക്കൗട്ടുകളാണ്. അപ്പം ഇത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം, ഈ വർക്കൗട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എത്ര റെപ്സാണ് ചെയ്യേണ്ടതെന്നും നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് നല്ല റിസൾട്ട് തരാൻ സഹായിക്കുന്ന വർക്കൗട്ടാണ്. നമ്മുടെ ലോവർ ബോഡിയെ സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്ന സൂപ്പർ വർക്കൗട്ടുകളാണ്. ഓക്കെ, അപ്പം നമുക്ക് നേരെ വർക്കൗട്ടിലോട്ട് പോകാം. അപ്പം നിങ്ങൾ ഈ വർക്കൗട്ട് ഫോളോ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഇനിയും ഇത് കണക്കുള്ള എക്സസൈസുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റിലെ ഒന്ന് വാമപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ, നിങ്ങൾക്കൊരു 5 മിനിറ്റ് വരെ നിങ്ങൾക്ക് വാമപ്പ് ചെയ്യാം. വാമപ്പ് ചെയ്ത് നമ്മുടെ കാലുകളൊക്കെ നമുക്കൊന്ന് സ്ട്രോങ് ആക്കാം, ഒന്ന് എനർജി ആക്കാം. അതിനുശേഷം നമുക്ക് വർക്കൗട്ടിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വാമപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നമുക്കൊരു ചെയർ എടുക്കാം. ഓക്കെ, ഒരു ചെയറിൽ നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ജസ്റ്റ് നിങ്ങൾക്ക് ഇത് കണക്ക് ചെയ്യാം. നമ്മുടെ കാലൊന്ന് ക്രോസ് ചെയ്ത് പോവുക. 1 2 3 4 5 6 7. ഓക്കെ, നിങ്ങൾ 10 പ്രാവശ്യം ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അടുത്ത കാലിന് 1 2 ഇതാണ് ക്രോസ് ആയിട്ട് പോകണം. 3 4 5 6. ഓക്കെ, ഇതുകൊണ്ട് നിങ്ങൾ ഓരോ കാലിലും 10 പ്രാവശ്യം വെച്ച് ചെയ്തതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷം ഇതേപോലെ 1 2. ഇത് ചെയറിൽ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയർ ഉപയോഗിക്കേണ്ട, അല്ലാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ചെയ്യാം. 1 2 3 4 5. ഓക്കെ, അതിനുശേഷം നിങ്ങൾ അടുത്ത കാലിലും ഒരു 10 പ്രാവശ്യം ചെയ്യുക. സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷം 1 2 3 4 5. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതേ കണക്ക് തന്നെ നിന്നതിന് ശേഷം നിങ്ങൾ കാല് ഇതേ കണക്ക് നിങ്ങൾ ക്രോസ് ചെയ്തിട്ട് 1 2 കണ്ടില്ല, ഇതേ കണക്ക് റൊട്ടേഷൻ 3 4 5. ഓക്കെ, 10 പ്രാവശ്യം ചെയ്യുക. അതിനുശേഷം വീണ്ടും 1 2 3 4 5. ഓക്കെ, അപ്പം ഇതാണെങ്കിൽ നിങ്ങൾ വാമപ്പ് ചെയ്യുക. വാമപ്പ് ഒരിക്കലും മറന്നു പോകരുത്. വാമപ്പ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ബാക്ക് ലഞ്ചസ് എന്ന് പറഞ്ഞൊരു വർക്കൗട്ടാണ്. ഓക്കെ, ബാക്ക് ലഞ്ചസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കാം. ഇതേ കണക്ക്. ഓക്കെ, സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. അതിനുശേഷം നിങ്ങളുടെ ബാക്കിലോട്ട് നിങ്ങളുടെ കാല് കൊണ്ടുപോവുക. ഇതേ കണക്ക് 2 കാല് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. ഇതേപോലെ 1 2 3 4. ബോഡി നല്ല സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക. ഇതേപോലെ ആയിരിക്കണം, ബോഡി സ്ട്രൈറ്റ് ആയിരിക്കണം. ഓക്കെ, സ്ട്രൈറ്റ് ആയിട്ടിരിക്കണം. 7 8. അപ്പം ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്ക് ഒരു 15 റെപ്സ് ചെയ്യാം. ഓക്കെ, 15 റെപ്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കാലുകൾ ഈ ഒരു പൊസിഷനിൽ കൊണ്ടുവന്നിട്ട് അടുപ്പിച്ച് വെക്കാം. സ്ട്രൈറ്റ്. അതിനുശേഷം 2 കയ്യിൽ വെയിറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം 1 2 3 4 5 6. ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്യരുത്.
സ്ട്രൈറ്റ് ആകുമ്പോൾ 1 2 3. ഓക്കെ, ഈ വർക്കൗട്ടും നിങ്ങൾ 15 പ്രാവശ്യം ചെയ്യുക. എല്ലാ വർക്കൗട്ടിലും നിങ്ങൾ 15 പ്രാവശ്യം വെച്ചിട്ട് 3 സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, 3 സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 2 സെറ്റെങ്കിലും ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത വർക്കൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുമോ സ്ക്വാട്ടാണ്. അപ്പം സുമോ സ്ക്വാട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 2 വെയിറ്റ് അങ്ങനെ ചേർത്ത് പിടിക്കും. അതിനുശേഷം നിങ്ങളുടെ കാലുകൾ ഒരല്പം വൈഡ് ചെയ്യുക ഈ ഒരു പൊസിഷനിൽ. ഓക്കെ, ഇത്രമാത്രം നിങ്ങൾ കാലുകൾ അകത്തി വെക്കുക ഈ ഒരു പൊസിഷൻ. അതിനുശേഷം നിങ്ങൾക്ക് വെയിറ്റുകൾ ഇങ്ങനെ ഒരേ കണക്ക് പിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് വളരെ സാവധാനത്തിൽ ഇതേപോലെ 1 2 കണ്ടില്ലേ 3 4. നിങ്ങളുടെ ലോവർ ബാക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കണം ഈ ഒരു ഭാഗം. ഓക്കെ, ഇങ്ങനെ കാണിച്ചു തരാം. ഇങ്ങനെ വെയിറ്റ് പിടിക്കുക. അതിനുശേഷം ഇതേപോലെ 1. ഓക്കെ, 2 3 4. ഓക്കെ, ഇതേപോലെ നിങ്ങൾ 15 പ്രാവശ്യം ചെയ്യുക. അതേപോലെ തന്നെ 3 സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ നിങ്ങൾ ഈ നടുഭാഗം ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കണം. ഓക്കെ, ഇങ്ങനെ കുനിഞ്ഞൊന്നും പോകരുത്. ഓക്കെ, അടുത്ത 4ാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് സൈഡ് സ്ക്വാട്ടാണ്. സൈഡ് സ്ക്വാട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതേ കണക്ക് വെയിറ്റ് പിടിക്കുക. ഇതേ കണക്ക് 2 സൈഡിലോട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു സൈഡിലോട്ട് പതുക്കെ ഇങ്ങനെ ഇതേപോലെ 1 2 3 നൈസ് 4 5. ഇത് കണക്ക് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾ അങ്ങ് മൊത്തത്തിൽ സ്ട്രെച്ച് ചെയ്ത് ഇരിക്കുകയൊന്നും വേണ്ട. ഇത്ര മാത്രം വന്നു മതിയോ. ഇതേപോലെ സ്ട്രൈറ്റ് കണ്ടില്ലേ 1. ഈ ഒരു കാല് സ്ട്രൈറ്റ് ആക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇതേപോലെ ഇത് നല്ലൊരു വർക്കൗട്ടാണ് കൈക്ക് വേണ്ടിയിട്ട്. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വരുന്നത് 1 2 3. ഓക്കെ, ഇതിനൊക്കെ നിങ്ങൾക്ക് 15 പ്രാവശ്യം 3 സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിത് ബ്രീത്തിങ്ങിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ബ്രീത്തിങ് എന്ന് പറയുന്നത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പം നിങ്ങൾ ഇതേ കണക്ക് സ്ക്വാട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക. ഓക്കെ, ആയിട്ടിരിക്കുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. മുകളിലോട്ട് വരുമ്പോൾ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ 4ാമത്തെ വർക്കൗട്ട്. അപ്പോൾ 5ാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലൂട്ട്സിനും നമ്മുടെ ഹാംസ്ട്രിങ് ഭാഗം. ഓക്കെ, നമ്മുടെ ഈ ഒരു ഹാംസ്ട്രിങ് ഭാഗത്തിന് വേണ്ടി ചെയ്യുന്ന വർക്കൗട്ടാണ്. അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ വെയിറ്റ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കും. ഓക്കെ, ചേർത്ത് പിടിച്ചതിന് ശേഷം നിങ്ങളുടെ കാലുകൾ ഈ ഒരു ഡിസ്റ്റൻസിൽ കൊണ്ടുവരിക. അതിനുശേഷം നിങ്ങൾക്ക് പതുക്കെ വളരെ സാവധാനത്തിൽ 1 2 3. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഹാംസ്ട്രിങ്ങിലോട്ടായിരിക്കും കൂടുതലും ആക്ടിവേഷൻ പോകുന്നത്, ഹാംസ്ട്രിങ് ഗ്ലൂസിലോട്ട്. ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നിങ്ങളുടെ കാലുകൾ ഈ ഒരു ഡിസ്റ്റൻസ് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ പതുക്കെ നീക്കുക. നിങ്ങളുടെ ഗ്ലൂസ് ഭാഗം പതുക്കെ ബാക്കിലോട്ടാക്കിക്കൊണ്ട് ഇതേപോലെ 1 2 3 4 5. ഇതേപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഹാംസ്ട്രിങ്ങിന് അടിപൊളി വർക്കൗട്ടാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വർക്കൗട്ട് ചെയ്യാൻ അല്പം ഡിഫിക്കൽട്ടാണ്. പക്ഷേ നിങ്ങളുടെ കാല് നല്ല വർക്കൗട്ടാണ്. നിങ്ങളുടെ കാല് ഒരല്പം വൈദ്യങ്ങളൊക്കെ ഉയർത്തി വെക്കാം ഇതേപോലെ. അതിനുശേഷം ഇതിനൊക്കെ വെയിറ്റ് എടുത്തതിന് ശേഷം ഓക്കെ ഇതേപോലെ 1 2 3
ബോഡി സ്ട്രൈറ്റ് ആയിരിക്കണം, വളഞ്ഞു പോകരുത്. ഓക്കെ. 4. ഇതൊക്കെ 15 പ്രാവശ്യം ചെയ്യുക. അതിനുശേഷം നമ്മുടെ അടുത്ത കാല് ഇങ്ങനെ വെച്ച് ഓക്കെ വളരെ സാധാരണ കൺട്രോൾ ചെയ്താൽ മതി. ഇങ്ങനെ ഓക്കെ. 1 ഗുഡ്, 2 3. അപ്പോൾ ഇത് നിങ്ങൾ 15 പ്രാവശ്യം വെച്ചിട്ട് 3 സെറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് വർക്കൗട്ടായിട്ട് നമുക്ക് നമ്മുടെ കാഫ് മസിലിന് വർക്കൗട്ട് ചെയ്യാം. കാഫ് മസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം, കാലിൻ്റെ ഈ ഒരു ഭാഗമാണ് കാഫ് മസിൽ. അപ്പോൾ കാഫ് മസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. ഓക്കെ. ചെസ്റ്റൊക്കെ അപ്പ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട 1 ഹോൾഡ് ചെയ്യുക, താഴോട്ട് വരിക, 2 3 4 ഇത് കണക്ക് ചെയ്യാം. ഓക്കെ. നമ്മുടെ ഈ ഒരു ഫിംഗർ ഭാഗം, നമ്മുടെ ഈ ഒരു ഭാഗം താഴെ ഇത് കണക്ക് കുത്തിക്കൊണ്ട് മുകളിലോട്ട് വരിക. ഓക്കെ. ഇതേപോലെ 1 2 3 4 5. ഓക്കെ. നിങ്ങൾക്കൊരു 15 റെപ്സിൻ്റെ 3 സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് 20 പ്രാവശ്യം വെച്ചിട്ട് 3 സെറ്റ് ചെയ്താലും കുഴപ്പമില്ല. നമ്മുടെ കാഫ് മസിലിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇതാണ് ഇന്നത്തെ ലെഗിൻ്റെ വർക്കൗട്ട്. നിങ്ങൾക്ക് ഇതേപോലെയുള്ള 2 കുപ്പിയിൽ വെള്ളം നിറച്ചുകൊണ്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ്. നിങ്ങളുടെ ലെഗിൻ്റെ പൂർണ്ണമായിട്ടുള്ള വർക്കൗട്ടാണ്. ഓക്കെ. നിങ്ങളുടെ ലെഗിലെ കംപ്ലീറ്റ് മസിൽസിനെ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടാണ്. അതിനൊക്കെ തന്നെ ലെഗിൻ്റെ ഫാറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടാണ്. അപ്പോൾ ഫോളോ ചെയ്ത് നോക്കൂ. എല്ലാവരും 3 സെറ്റ് വെച്ച് ചെയ്യണം. ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഇതിനുവേണ്ടി വിനിയോഗിച്ചാൽ മതിയാവും. ഓക്കെ. ഇതാണ് അപ്പോൾ നമ്മുടെ ലോവർ ബോഡിയുടെ ട്രെയിനിങ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.